Hello friends, welcome back to my channel. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ഓർക്കുമല്ലോ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിരിക്കുന്നു. ബ്യൂട്ടി ടിപ്സ് ഒന്നല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ടേസ്റ്റാണ്. ടേസ്റ്റും അല്ല, ഞാൻ ഇന്നൊരു പുതിയൊരു സ്റ്റെപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം യൂട്യൂബിൽ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ, ഇങ്ങനെ റിവ്യൂസൊക്കെ. അപ്പം കൂടുതലും ബോയ്സാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പെൺപിള്ളേർ ഇതിന് മുൻപോട്ട് വരുന്നില്ല എന്നാ പറയുന്നേ. നമ്മൾ അങ്ങനെ അവർ ചെയ്ത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം എന്നല്ല, ചെയ്യണം എന്നൊരു ഇത് തോന്നി. അപ്പോൾ പെൺപിള്ളേർ ചെയ്താൽ എന്താ കുഴപ്പമൊന്നും അറിയണമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലോട്ട് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കിനും താഴെ ഒരു ബെല്ലൈക്കൺ കാണും. അത് പ്രസ് ചെയ്യുമ്പം ഓൾ എന്നുള്ളൊരു ബട്ടൺ കാണും. അതുകൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരിലോട്ട് അത് എത്തിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന C2 എന്ന് പറഞ്ഞൊരു മൊബൈലിൻ്റെ Realme C2 കേട്ടോ, സോറി Realme C2ൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം കണ്ടോ, നല്ല പഴമാങ്ങ കളറിലുള്ള കവറൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. പഴമാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഓർത്തെ, ഞാൻ പച്ചമാങ്ങ കൊണ്ട് 1 മിനിറ്റിലൊരു അച്ചാർ ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാവേ. അതുകൊണ്ട് ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും ഒന്ന് കണ്ടിരിക്കാം, നല്ല രസമായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് C2 തന്നെ വരാം. നമുക്ക് തുറന്നു നോക്കാം എന്നൊക്കെ ഉണ്ടെന്ന്. തുറക്കുകയാണേ. ഇത് എന്ന് പറയുമ്പം ഫോണാണ്. അപ്പം നമ്മൾ ഹാൻഡ്സെറ്റ് മാറ്റിയിട്ടുണ്ടേ. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു 5 വോൾട്ട് 2 ആംസിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പിന്നെ ഇതിനകത്ത് മൈക്രോ USB കേബിളാണ്. പിന്നെ എന്താ ഫോണിൻ്റെ കുറേ സംഭവങ്ങളും മറ്റ് സംഭവവികാസങ്ങളൊക്കെ ഉള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല. ഈ 2 സംഭവമാണ് ഹാൻഡ്സെറ്റ് കൂടാതെ നമുക്ക് ഇതിനകത്ത് വേറെ കിട്ടുന്നതെന്ന് വെച്ചാൽ. അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഹീറോയെ എടുക്കാം. തിരിഞ്ഞു പോയിട്ടോ. ടെൻടടാങ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ താരം, Realme C2ൻ്റെ ഫോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും 15.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ് കേട്ടോ. അതായത് 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പം 1560 കാണാലോ 1560 × 720 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാക്കണ്ട HD+ ആയിട്ടുള്ള അല്ലെ ഫുൾ HD ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കിനും 4000 mAh ആണ് ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ 2 GB റാം ഉണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 32 GB ആണ്. നമുക്കൊരു മെമ്മറി കാർഡൊക്കെ ഇട്ട് 256 GB വരെയായിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ നല്ല ക്യാമറ നല്ല കിഡ് ക്യാമറയാണ്. അതിൻ്റെ 13 MB + 2 MB ക്യാമറ ആണ്. AI-യുടെ ഡ്യുവൽ ക്യാമറാസ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കിനും 5 MB ആണ്. അത്യാവശ്യം എന്നല്ല, ഒരു 6000 രൂപയ്ക്ക് ഫുൾ ഗ്യാരൻറ്റി. 6000 രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസും സെൽഫിയൊക്കെ നല്ല പട്ടക്കൻ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ക്യാമറാസ് ആണ് കേട്ടോ. ഫ്രണ്ട് ആയാലും ബാക്ക് ക്യാമറാസ് ആണെങ്കിലും നല്ല ക്ലിയറാണ്, നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡെന്ന് പറയുമ്പോഴത്തേക്കിനും 2 GHz ആണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കിനും കാണാമല്ലോ അല്ലേ, പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കിനും MediaTekൻ്റെ ഹീലിയോ P22 ഒക്ടാ കോറാണ് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത്. പിന്നെ OS എന്ന് പറയുമ്പോഴത്തേക്കും ആൻഡ്രോയിഡിൻ്റെ 9 Pie ആണ് വരുന്നത്.
പിന്നെ എന്താ ഫേസ് അൺലോക്കിൻ്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. ഫേസ് അൺലോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിംഗറൊന്നുമില്ല. 6000 രൂപയ്ക്ക് ഇത്രയും സ്പെസിഫിക്കേഷൻ കൂടെ ഫിംഗറും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പിടിച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഫിംഗറൊന്നും വേണ്ട, ആ ഒരൊറ്റ കുറവ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല കിടു സംഭവമാണ്. ഫേസ് അൺലോക്ക് എന്ന് പറഞ്ഞാൽ 128 ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു 0.3 സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് നമുക്ക് ഈ ഫോണിനെ ലോക്ക് അഴിക്കാൻ പറ്റും. കാരണം ഞാൻ ഗ്യാരണ്ടി കേട്ടോ, കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് കണ്ട ഇപ്പം തന്നെ ലോക്കായി, ലോക്ക് അഴിഞ്ഞു. ഫേസ് അൺലോക്ക് ഉണ്ട്. നല്ല 0.3 സെക്കൻഡ്സാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് തന്നെയാണ് കേട്ടോ, നല്ല സ്പീഡിൽ ലോക്ക് അഴിയുന്നതാണ്. പിന്നെ വേണമെങ്കിൽ പാസ്വേഡ് വിടാം. ഡ്യുവൽ നാനോ സിം ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെമ്മറി കാർഡും ഡ്യുവൽ നാനോ സിമ്മും കൂടെ കണ്ട ഒറ്റ സ്ലോട്ടിൽ തന്നെയാണ് ഡ്യുവൽ നാനോ സിമ്മും മെമ്മറി കാർഡും കൂടെ വന്നിരിക്കുന്നത്. 1 വർഷത്തെ വാറൻറ്റി ഉണ്ട് കേട്ടോ, 1 വർഷം വാറൻറ്റി ഉണ്ട് ഇതിന്. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ കൊടുക്കുന്ന കാശിന് മുതലാക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. കാരണം 6000 രൂപയുടെ ഫോണേ ഉള്ളൂ. ഇപ്പോൾ അത് 7000 ആണെന്ന് തോന്നുന്നു കേട്ടോ. ബിഗ് ബില്യൺ ഡേക്ക് ഇതിന് 6000 രൂപ, അത് 5999 ബിഗ് ബില്യൺ ഡേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ വില 7000 ആയി കാണും, ചിലപ്പോൾ അതിലും കൂടാം. പക്ഷേ 7000 6000 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാക്കാൻ പറ്റിയ സാധനമാണ് റിയൽമിയുടെ C2 എന്ന് പറഞ്ഞ ഈ ഫോൺ എന്ന് പറയുന്നത്. പക്ക ക്ലാരിറ്റിയാണ്, പക്ക സൗണ്ടാണ്, പിന്നെന്താ പറയുന്നത് പക്ക ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഡയമണ്ട് കട്ടായിട്ടുള്ള ഡിസൈനാണ് ബാക്ക് കൊടുത്തിരിക്കുന്നത്. കവർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കവർ ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം നല്ല ഗ്രിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും തെന്നിയടിച്ച് താഴെയൊന്നും പോകത്തൊന്നുമില്ല. നല്ല സ്മൂത്തുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്തൊരു രീതിക്കുള്ളതാണ് പുറത്ത് കൊടുത്തിരിക്കുന്ന കവർ എന്ന് പറയുമ്പോഴത്തേക്കിനും. അതിൻ്റെ ലുക്ക് തന്നെ ആ ഒരു ബാക്കിലാണ് കേട്ടോ, നല്ല ആ ബാക്ക് കവറിലാണ് ഫോണിൻ്റെ ആ ഫുൾ ആ എടുപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലോട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ നിങ്ങളുടെ പൂജ. ബൈ.